ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളുണ്ട്, കൂടാതെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു റംസാനിൽ അൽഹംദുലില്ലാ ഉംറ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉംറക്ക് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വൈകുന്നേരം മുതലുള്ള കാര്യങ്ങളാട്ടോ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ 4:30 ആയിട്ടുണ്ട് കിച്ചണിൽ കയറുമ്പോൾ. അപ്പോൾ കിച്ചണിൽ ഞാൻ ആദ്യം ഫ്രീസറിൽ നിന്ന് നമുക്കിന്ന് ഉണ്ടാക്കാനുള്ള ഫുഡ് ഐറ്റംസൊക്കെ എടുത്തിട്ടൊന്ന് പുറത്ത് വെക്കുകയാണ് ഫ്രീസറിൽ നിന്ന്. അതിന് ശേഷം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിൽ കയറുള്ളൂ. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കിച്ചണിൽ കയറുമ്പോൾ. അപ്പോഴേക്കും നമ്മൾ ഫ്രോസൺ ഐറ്റംസൊക്കെ ഉള്ളതൊക്കെ വേഗം പുറത്ത് വെച്ചാൽ അതൊക്കെ അങ്ങ് ഐസ് പോയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് സവാള എടുക്കുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഇക്കയും മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഇക്ക പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അക്മലാട്ട ഹെൽപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ അക്മലാട്ട തൊലിയൊക്കെ കളഞ്ഞു തരുന്നത്. ഞാൻ ആദ്യം തന്നെ വേഗം കറി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത് നോക്കുന്നത്. അപ്പോൾ കുക്കർ ഇത് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2-3 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തതും, 1 ടീസ്പൂൺ വലിയ ജീരകവും, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തക്കാളിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. മസാല റെഡിയായി വരുമ്പോഴേക്കും ഞാൻ സ്നാക്സിന് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് തന്നെ കുറച്ച് സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോൺ വെജ് ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും സ്നാക്സാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഷികക്ക് വേറെ സ്നാക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഓൾക്കധികം ഞാനിതുപോലെ സ്വീറ്റ് കോൺ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടോ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സ്വീറ്റ് കോൺ അതിന് തന്നെ വേവിച്ച് വെക്കുകയാണ്. വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ നമുക്കിതുപോലെ സ്നാക്സിനാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ നമുക്ക് സാലഡിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സ്വീറ്റ് കോണിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മൾ കറിക്ക് വേണ്ടി വെച്ചിരുന്ന മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ചിക്കൻ മസാല ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കലുള്ളൂ കേട്ടോ ചിക്കൻ കറിയിൽ. എന്നിട്ട് ഈ മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുത്താലും കേട്ടോ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാല നന്നായിട്ട് വഴന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് ഞാൻ ആദ്യം തന്നെ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പിട്ടിട്ട് നന്നായിട്ട് മസാല ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ്. ഞാൻ നോമ്പിനൊക്കെ അധികം ഇങ്ങനെ ആക്കി വെക്കലുണ്ട് കേട്ടോ. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിൽ വേവിച്ചിട്ട് വെക്കലുണ്ട്. ചിക്കനാണെങ്കിൽ ഇതുപോലെ മസാല ആക്കിയിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കലാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിൽ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ചിക്കൻ ഇതുപോലെ മസാല കൂട്ടിയിട്ട് വെക്കുന്ന കേട്ടോ നല്ലത്. ആദ്യം തന്നെ ചിക്കനിൽ ഇതുപോലെ മസാല ആക്കി വെച്ചാൽ മതി. എന്നാലേ ഒരു ചിക്കൻ്റെ പീസിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കന് നമ്മൾ 2-3 മിനിറ്റും കൂടെ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ ചിക്കനിൽ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെ ആയാലുള്ള ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുക്കറിൽ വെക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കന് മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ചിക്കനിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. നമ്മൾ കുക്കറിൽ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ചിക്കൻ നമ്മൾ ഒരുപാട് വേവിച്ചെടുത്താലും നമുക്ക് ചിക്കൻ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ചിക്കൻ കറി പാകത്ത് വേവായിരിക്കും കേട്ടോ.
അതിനിടയിൽ ഇത് സ്വീറ്റ് കോൺ റെഡി ആയപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ മുത്തബക്കാട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം നമ്മളങ്ങനെ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാത്ത സ്നാക്സ് ആയിട്ട് അധികം ഉണ്ടാക്കിയെടുക്കലുള്ളത്. പിന്നെ ഷികക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ മാത്രമേ ഉള്ളൂ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കലുള്ളത്. അപ്പോൾ അധികം നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെയായിട്ട് ചെയ്യലുള്ളത്. മുത്തബക്ക് റെഡി ആയിട്ടിട്ട് പിന്നെ ഷികക്ക് വേണ്ടിയിട്ടുള്ള സ്വീറ്റ് കോൺ ചീസ് സമൂസ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനീർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ വേവിച്ചതും കുറച്ച് മൊസറല്ല ചീസും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സമൂസൻ്റെ ഓലയിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇക്കായിട്ട് ഫില്ല് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഞാൻ ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കിയാൽ. ഞങ്ങളധികം ഇങ്ങനെ മുളകിട്ട ചിക്കൻ കറി ആയിട്ടോ ഉണ്ടാക്കൽ. പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അധിക ദിവസം നമ്മൾ ഫ്രൂട്ട്സൊക്കെ അല്ലേ കഴിക്കൽ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സാലഡും ആക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കുക്കുംബറും 2 ക്യാരറ്റും ഒരു ആപ്പിളും എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാലഡ്. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് വേണം. നല്ല കട്ട തൈര് കേട്ടോ, അധികം പുളിയില്ലാത്ത കട്ട തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സ്പൈസി അല്ലാത്തത് കഴിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മയണൈസിൽ ഓൾറെഡി ഓയിൽ വരുന്നതല്ല, അപ്പോൾ ഞാൻ ഒലീവ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാലഡ് ഡ്രസ്സിങ്. നമുക്ക് ഏത് സാലഡിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെജീസിൻ്റെ നോൺ വെജിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്ക് പീസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ, നമുക്ക് സാലഡിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്ക് പീസ് ഞാൻ ഏകദേശം 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ സാലഡിലൊക്കെ ഇങ്ങനെ ചിക്ക് പീസ് കഴിക്കാൻ. കറി വെച്ച് കഴിക്കുന്നതിലേറെ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നലുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും അതുപോലെ ക്യാരറ്റും കുക്കുംബറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. മയണൈസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ ഈ ഒരു വെജീസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊരു സിമ്പിൾ സാലഡാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് ഫുള്ളാവും ചെയ്യും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള മയണൈസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ബീഫിൻ്റെ മുത്തബക്കും ചീസ് കോൺ സമൂസയും പിന്നെ സാലഡും പിന്നെ ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസും ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാലഡ് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു സ്വീറ്റ് കോൺ ചീസ് സമൂസ അതും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് കോൺ ചീസ് സമൂസ. നമ്മളെപ്പോഴും ഇങ്ങനെ മസാല ആക്കിയിട്ടുള്ള സമൂസൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റാണ്. ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ചൂട് കൊടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമൂസ. നോമ്പൊക്കെ തുറന്ന ശേഷം പിന്നെ തറാവി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കിച്ചണിൽ കയറുന്നതിലും 1 മണിക്കൂറും കൂടെ നേരത്തെ കയറണം കേട്ടോ, എന്നാലുള്ളൂ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ റെഡി ആവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ തറാവി കഴിഞ്ഞ് വന്നിട്ട് തന്നെ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിക്കലുള്ളൂ. അപ്പോൾ കറിയൊക്കെ ഓൾറെഡി റെഡിയാണല്ലോ. അപ്പോൾ ഇനി പത്തിരിയും കൂടി ആക്കിയെടുക്കാനുള്ളൂ. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ശികയാണ് കേട്ടോ എനിക്ക് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തി തരിക. പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയ ശേഷം പിന്നെ ഞാൻ പൊടിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കും കേട്ടോ. ഞാൻ കുറച്ച് വലിയ പത്തിരി ആക്കിയിട്ടാണ് എടുക്കലും. പിന്നെ പത്തിരി ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ പരത്തുന്നത് കറക്റ്റ് റൗണ്ട് ആവണമെന്നൊന്നുമില്ല, പല ഷേപ്പിലുള്ള പത്തിരി ഉണ്ടാവും. അപ്പോൾ പത്തിരി പരത്തി കൊടുത്താൽ പിന്നെ ചുടൽ അക്കുമൽ ചെയ്യും കേട്ടോ. അക്കുമൽ വേഗത്തിൽ തന്നെ ചുട്ടെടുത്ത് തരും. പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽപ്പിന് ആളുണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ പത്തിരി പണി കഴിയും കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ രണ്ടാളും ഹെൽപ്പിനുള്ളതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പിന് പിന്നെ ഞാൻ എപ്പോഴും വൈകുന്നേരം മാത്രം ഫുഡ് റെഡിയാക്കാൻ നിൽക്കലില്ല കേട്ടോ. ഇപ്പോൾ ശികക്ക് ക്ലാസ് ഉണ്ട്, 7:30 ക്ലാസ് തുടങ്ങും. അപ്പോൾ എന്തായാലും രാവിലെ ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ കറി അതുപോലെ നമുക്ക് സ്നാക്സിന് വേണ്ടതൊക്കെ റെഡിയാക്കി വെക്കലുണ്ട്.
പത്തിരി പണി കഴിഞ്ഞിട്ട് ഞാൻ വേഗത കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ടാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് വേഗത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇക്ക പിന്നെ നേരത്തെ പോകട്ടോ, ഇക്കൊരു 8 മണിയാകുമ്പോൾ തന്നെ പോകും. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇക്ക ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ മുത്തപ്പക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. അപ്പോൾ പിന്നെ ഇക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇക്ക കഴിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കില്ല കേട്ടോ. പിന്നെ വന്നിട്ടേ ഇക്ക ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാനിതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ഒന്ന് പാക്ക് ചെയ്തുകൊണ്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സ്വീറ്റ് കോൺ കുറച്ച് മക്കളെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെ മുത്തപ്പക്ക ഉണ്ടാക്കിയതിൻ്റെ ഫില്ലിങ്ങും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടെ മുത്തപ്പക്ക ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5-6 മുത്തപ്പക്കം കൂടെ ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഉണ്ട്. അപ്പോൾ ഞാനിതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫില്ലിങ് കൂടുതൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഫ്രീസറിലേക്ക് മാറ്റും. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത 1-2 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ വിചാരിച്ചിട്ട്. ഞങ്ങൾ എന്നും ഈ ഒരു 10-11 മണി സമയത്താട്ടോ ഫുഡ് കഴിക്കുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സും ജ്യൂസും പിന്നെ എന്തെങ്കിലുമൊക്കെ സലാഡോ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുള്ളൂ. പിന്നെ എന്നും ഈ ഒരു 10-11 മണിയൊക്കെ ആയിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അത്താഴത്തിൻ്റെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത്താഴത്തിന് നമ്മളധികം ചിലപ്പോൾ ഈ കടിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ അതന്നെ കഴിക്കും, ഇല്ലെങ്കിൽ ചോറാക്കും കേട്ടോ. അങ്ങനെ ചെയ്യുള്ളത്. ഇനിയിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഉംറക്ക് പോണത്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ രാത്രി 8 മണിക്കാണ് കേട്ടോ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. 8 മണി മുതൽ 10 മണി വരെയാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ നോമ്പ് തുറക്കാൻ ഹറമിൽ കൂടാന്നുള്ള ഒരു രീതിയിലാട്ടോ നമ്മൾ പോണത്. ഞങ്ങൾ മാത്രമല്ല, ഞാനും ഇക്കും മക്കളും ഉണ്ട്, പിന്നെ ഫിറോസും മുനിയും അനിമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വണ്ടിയിലുണ്ട്. ഇവിടെ ജിദ്ദയിൽ നിന്ന് നമുക്ക് ഹറമിൽ പോയി വരാൻ സുഖമാണ് കേട്ടോ. നമുക്ക് 1 മണിക്കൂറുള്ളൂ നമുക്ക് ഇവിടുന്ന് യാത്ര. തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ആവും കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വൈകുന്നേരം നല്ല തിരക്കായിരിക്കും, റോഡൊക്കെ നല്ല റഷായിരിക്കും. എന്നാലും നമുക്ക് നല്ല സുഖമാണ്. അങ്ങനെ യാത്ര ചെയ്യണം, ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉംറക്കൊക്കെ പോയി വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുടായി പാർക്കിങ്ങിലാണ് കേട്ടോ നമ്മൾ ആദ്യം എത്തിയത്. പക്ഷേ നല്ല തിരക്കായത് കാരണം അതിനകത്തേക്ക് വണ്ടി വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു മലമുകളിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബസ്സിനാണ് ഹറമിൽ പോയത്. അപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹറമിൽ എത്തിയിട്ട് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഉംറയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നല്ല തിരക്കാണ് ഹറമിൽ. മാഷാ അല്ലാഹ് കൊറോണൻ്റെ മുമ്പുള്ള പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉംറക്കൊക്കെ വരാൻ പറ്റുന്നുണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ ഉംറക്ക് വരാം. അപ്പോൾ എല്ലാവരും പ്രായമായ ആൾക്കാരും കുട്ടികളെയും കൊണ്ടും ഒക്കെ എല്ലാവരും ഉംറക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. നമ്മൾ ഹറമിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉംറ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, കുട്ടികളെയും കൊണ്ടൊക്കെ ഉംറ ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്കെല്ലാവർക്കും ഫുഡ് കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയിട്ടുള്ള. ഈ ഒരു പാരഡൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് വാങ്ങിയത്. നമ്മൾ ബീഫ് ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, എല്ലാത്തിലും നല്ല തിരക്കാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഏഷ്യൻസ്കാരത്തിന് ഹറമിൻ്റെ ഉള്ളിൽ കയറി ഏഷ്യൻസ്കാരം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഉംറ ചെയ്തത്. അൽഹംദുലില്ലാ നല്ല തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഉംറ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ. ഉംറ കഴിഞ്ഞ് നമ്മളൊരു 11:30 ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉംറ കഴിഞ്ഞപ്പോൾ. ഉംറ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരാട്ടോ ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസം ഇക്കാക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹറമിൽ നിന്നിട്ടില്ല കേട്ടോ, നമ്മൾ തിരിച്ച് പോരുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും റമദാനിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഉംറക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പോകാനുള്ള വിധി ഉണ്ടാവട്ടെ, ആമീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.